ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സഹകരണ സർവീസ് ബോർഡിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ കേരളത്തിൽ നിരവധി സഹകരണ സർവീസ് ബാങ്കുകളുണ്ട്. സോ അതിലേക്കാണ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ വിജ്ഞാപനം വന്ന തീയതി നോക്കാം, 5/3/2026. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 4/4/2026 ആണ്. സോ അപ്പം നേരിട്ടുള്ള നിയമനമാണെന്നാണ് അവർ പറയുന്നത്. എക്സാം ത്രൂ ആണ് നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 10/2026 ജൂനിയർ ക്ലർക്കിലേക്കാണ് ഇപ്പോൾ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. SLC അഥവാ തത്തുല്യമാണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ പഠിച്ചിരിക്കണം. അത് ട്രെയിനിങ് കോഴ്സാണ്. അതും നിങ്ങളുടെ അടിസ്ഥാന യോഗ്യതയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും അതോടൊപ്പം തന്നെ സഹകരണ ഹയർ ഡിപ്ലോമ പഠിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി നോക്കാം. ചെന്നിത്തല, തിപ്പരന്തൂർ, ആലപ്പുഴയിലേക്കാണ് പുതിയൊരു വേക്കൻസി വന്നിരിക്കുന്നത്. 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിയിലേക്കാണ്. പിന്നീട് വിളിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലാ പോലീസ് സഹകരണ ആണ്. കോട്ടയത്തേക്ക് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്, ജനറൽ. പിന്നീട് മൂന്നാമത് വിളിച്ചിരിക്കുന്ന പള്ളുരുത്തി മണ്ഡലം SBയിലേക്കാണ്, എറണാകുളം. സോ അതിലേക്ക് 4 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഒരു വേക്കൻസി SC/STക്കും ജനറൽ കാൻഡിഡേറ്റിന് 3 വേക്കൻസി എന്നിവയാണ്. നാലാമത് വിളിച്ചിരിക്കുന്നത് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പാലക്കാടിലേക്കാണ്. 4 വേക്കൻസിയാണ്. SC/STക്ക് 1 വേക്കൻസി, ജനറൽ കാൻഡിഡേറ്റിന് 3 വേക്കൻസി. പിന്നീട് വിളിച്ചിരിക്കുന്ന മക്കരപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറത്തേക്കാണ്. ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസിയാണ് ജനറൽ കാറ്റഗറി. വള്ളവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറത്തേക്ക് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. പയ്യന്നൂർ സർവീസ് റൂറൽ ബാങ്ക് കണ്ണൂർ ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി ജനറൽ. കോട്ടശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി, SC/ST 2 വേക്കൻസി, ജനറൽ 2 വേക്കൻസി. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തിയിരിക്കുക. SC/ST കാൻഡിഡേറ്റിന് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. സോ ഇനി എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 100 ചോദ്യങ്ങളാണ്. ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ചിട്ടാണ്. സോ അതോടൊപ്പം തന്നെ എക്സാം ഫീസ് നോക്കാം. എക്സാം ഫീസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ആദ്യമേ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 150 രൂപയാണ് എക്സാം ഫീസായിട്ട് വരുന്നത്. ഇനി അഡീഷണൽ നിങ്ങൾ വേറൊരു സംഘത്തിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അഡീഷണൽ നിങ്ങൾ 50 രൂപ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് 50 രൂപയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അഡീഷണലി നിങ്ങൾ വേറൊരു സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അഡീഷണൽ നിങ്ങൾ 50 രൂപ അടച്ച് വേണം അപ്ലൈ ചെയ്യാൻ. സോ www.kerala.cescb.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് നേരിട്ട് പോകാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേജ് വന്നതിന് ശേഷം അവിടെ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണെന്ന് ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവസാന തീയതി നോക്കാം. 4/4/2026 അവസാന തീയതി. അതിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്താൽ നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്.